ഒരംഗം ലൈംഗികാരോപണം നേരിടുന്ന കേസിൽ ഈ അടുത്താണ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നാരോപിക്കപ്പെട്ട് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റിലേക്ക് നയിച്ച സെക്ഷനാണ് BNSലെ 72ാമത്തെ സെക്ഷൻ. അപ്പം എന്താണ് ഈ സെക്ഷൻ 72 എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഈ 72ലെ ക്ലോസ് 1 പറയുന്നത് BNSലെ സെക്ഷൻ 64 മുതൽ 71 വരെയുള്ള ചില കുറ്റകൃത്യങ്ങളിൽ ഇരയായ അതിജീവിതയുടെ പേര് അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുന്ന രീതിയിൽ അത് പ്രസിദ്ധീകരിക്കുകയോ അച്ചടിക്കുകയോ ചെയ്താൽ ആ വ്യക്തി അവിടെ ചെയ്യുന്നത് 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. 72ന്റെ ക്ലോസ് 2 പറയുന്നത് ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നത് ഇനി പറയുന്ന ചില എക്സെപ്ഷനുകളെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ക്ലോസ് 1 ബാധകമാകുകയില്ല എന്നുമാണ്. അപ്പോൾ എക്സെപ്ഷൻ എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. അതായത് അന്വേഷണ ചുമതലയിലുള്ള ആ ഒരു ഉദ്യോഗസ്ഥന്റെ ഉത്തരവനുസരിച്ചോ അല്ലെങ്കിൽ അതിന് കീഴിൽ അന്വേഷണത്തിന്റെ ഉദ്ദേശത്തിനായി ഉത്തമ വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന പക്ഷം അല്ലെങ്കിൽ ഇരയുടെ രേഖാമൂലമായ അനുമതിയോട് കൂടിയാണ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഇര മരിച്ചാൽ ഇനി അതുമല്ല ഇരയൊരു കുട്ടിയാണെങ്കിൽ ഇനി അതല്ല ഇര മാനസികമായി ശേഷിയില്ലാത്ത ഒരാളാണെങ്കിൽ ഇരയുടെ അടുത്ത ബന്ധുവിന്റെ രേഖാമൂലമുള്ള അനുമതിയോട് കൂടി ഇത് ചെയ്താൽ ഇത് നിയമപരമായ എക്സെപ്ഷനിൽ വരാവുന്ന ഒന്നാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരയുടെ അടുത്ത ബന്ധുവിന് അംഗീകൃതമായ ക്ഷേമ സ്ഥാപനത്തിൻ്റെയോ സംഘടനയുടെയോ സെക്രട്ടറിക്കോ ചെയർമാനോ മാത്രമാണ് അനുമതി നൽകാൻ കഴിയുക എന്നതാണ്. ഈ ഉപവകുപ്പിന്റെ ഉദ്ദേശങ്ങൾക്കായിട്ട് അംഗീകൃത ക്ഷേമ സ്ഥാപനം അല്ലെങ്കിൽ ക്ഷേമ സംഘടന എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ അംഗീകാരം നൽകിയ ഒരു ക്ഷേമ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ക്ഷേമ സംഘടന ആയിരിക്കണം എന്നതാണ്.